ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഷാബുഖാൻ്റെ യാത്രയിലാണ്. എല്ലാവർക്കും അറിയാം, ഷാബുഖാൻ്റെ യാത്രയിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഷാബുഖ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലാണ് കേട്ടോ. സീസാർ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മളുള്ളത്. ഹോട്ടലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് ദൂരം നടന്ന് ഒരു 10-20ഓളം കിലോമീറ്റർ നടന്നിട്ടാണ് ഷാബുഖ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്, രാജസ്ഥാൻ നല്ല ചൂടാണ്. അപ്പോൾ ചൂടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷാബുഖാൻ്റെ ഈ അപ്ഡേഷന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷ്വൽസ് അടിപൊളി വിഷ്വൽസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവരും വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും വാ, നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ്റെ ഫ്ലാഗ് പിടിച്ചിട്ടുള്ള ബ്രോ അവിടെ ഉണ്ട്, ബാക്കിലുണ്ട്. പിന്നെ ഷാബുഖയും പോലീസുകാരും മുമ്പിലുണ്ട്. സെൻട്രലായിട്ട് നമ്മുടെ കാറുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന, കേരളത്തിൽ നിന്നല്ല, കർണാടകത്തിൽ നിന്ന് വന്ന വണ്ടിയുണ്ട്. നേരെ തൊട്ടടുത്തായിട്ട് അതാ നമ്മുടെ ഈ ഒരു ഹൈവേ സർവീസിൻ്റെ വണ്ടിയുണ്ട്, അവരുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥരും വണ്ടിയിലുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി മൂഡാണ്. പെണ്ണുങ്ങളും ഷാബുഖാൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ താഴെ ഭാഗത്ത് പുരുഷന്മാരും മേലെ പെണ്ണുങ്ങളോട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം യാത്രയിൽ നമ്മൾ ആദ്യമായിട്ടാണ് രാജസ്ഥാനിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നത് കാണുന്നത് കേട്ടോ. ഷാബുഖ കുറച്ച് നേരത്തെ ഇവിടെ റെസ്റ്റിന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം റെസ്റ്റിന് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അതെന്താ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും റെസ്റ്റ് ചെയ്യാണ്. കാരണം നല്ല ചൂടാണല്ലോ ഇവിടെ. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ല റെസ്റ്റ് ആവശ്യമാണ്. പോലീസുകാരെ എന്താ പറയുക, അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മൾ പാവം തോന്നും പോലീസുകാരെ കാണുമ്പോൾ. നമുക്ക് ഷാബുഖ റെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും റെസ്റ്റ്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ, ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന നല്ലൊരു ഗ്രാമമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കുളമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ ഉണ്ട്. നേരെ അപ്പുറത്ത് ചെറിയൊരു വില്ലേജ്, ചെറിയൊരു ഗ്രാമം അവിടെ കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് യാത്രയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ പശുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരാൾക്കാർ ആൾക്കാർ അവിടെയും നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരിപ്പോൾ കേരള ടു സംവേർ ഓക്കെ. ഇയാൾ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ജനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാന്നല്ല, മാറ്റി നിർത്താൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ യാത്രയിലുണ്ട്. നല്ല മനുഷ്യരുണ്ട്. പിന്നെ കൂടെ പറയാനുള്ള സ്ത്രീകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കുറേ ആയിട്ട് ഷാബുഖാനെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം അത് വേറൊരു കാഴ്ചയാണ്. ഏതായാലും നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ തന്നെ ഈ രാജസ്ഥാനിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ ഷാബുഖ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം ഷാബുഖ വരികയാണ്. വരുന്ന സമയത്ത് ജനങ്ങളുടെ സ്നേഹപ്രകടനം കണ്ടോ. സ്നേഹപ്രകടനം കാരണം ഷാബുഖാനെ ജസ്റ്റ് തൊടാൻ വരെ അവർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടോ, ഇവർ കണ്ടോ, സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദു കുടുംബമാണ്. ഞാൻ പറയാൻ കാരണം അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അവരുടെ സ്നേഹം കണ്ടോ. പെണ്ണുങ്ങളാണ് ഈ പൂക്കൾ വരുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നല്ല സ്നേഹത്തോടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ചെറിയ കുട്ടികൾ വരെ ഈ യാത്രയിൽ ഷാബുഖാനെ അനുഗമിച്ച് പോകുന്നുണ്ടോ. തൊപ്പിക്കിട്ടെല്ലാം മൊഞ്ചായിട്ട് ചെറിയ കുട്ടികൾ, പാവങ്ങൾ ഷാബുഖാനെ കൈ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. आपका रुक गया, आपकी
समझते हो सदर साहब अरे उस्ताद രാജസ്ഥാനുള്ള സ്നേഹം അവർ മറ്റുള്ളവരെ പോലെയല്ല. അവർ അത്യാവശ്യം നല്ല ക്ഷമയുള്ളവരും അതുപോലെ തന്നെ നമ്മളൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ അനുസരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഷിഹാബുക്കാക്ക് നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇപ്പോൾ രാജസ്ഥാനിലില്ല. ഏതായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി അവർ ഷിഹാബുക്കാനെ ജസ്റ്റ് ഒന്ന് കാണാനും സലാം പറയാൻ വേണ്ടി കൂടിയപ്പോഴുള്ള ആൾക്കാർ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഏതായാലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മുന്നോട്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം കേട്ടോ. ഷിഹാബുക്കാൻ്റെ കൂടെയുള്ളവർക്കും ഷിഹാബുക്കൊക്കെ കുടിക്കാൻ നമുക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ഇതാ കുറച്ച് ഫ്രൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോലോ ആ ഓക്കെ, ഇവരാണ് നമുക്ക് കൂടുതൽ ചെയ്യുന്നില്ല. അതായത് ഇവരാണ് നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഉപ്പാപ്പാടെ ഈ കുടുംബം മൊത്തമായിട്ട് ഇവർ എന്താ പറയുക ഈ സാധനം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കൂടെ കുറേ നേരം നടക്കുന്നുണ്ട്. അത് തന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാ സാധനം തന്നിട്ടുണ്ട്. പോവാ ഫ്രൂട്ടി ഓക്കെ ഓക്കെ താങ്ക് യു. ഇൻഷാ അല്ലാഹ് ഓക്കെ താങ്ക് യു. അപ്പോൾ എന്താ ഓരോരുത്തരെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, മനസ്സിൽ സന്തോഷം. എത്ര പൈസ ചിലവാക്കിയിട്ടാണ് എത്ര ദൂരം നടന്നു വരുന്നതെന്നറിയാം. കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം കേട്ടോ. മോളിൽ കയറി ഇട്ടിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫാമിലി ഉണ്ടോ ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഷിഹാബുക്കാനെ കൂടെ കുറേ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും കൂടുതൽ സംഭവിച്ചാൽ പെണ്ണുങ്ങൾ വളരെ ഫ്രീ ആയിട്ട് കൊണ്ട് പോലീസുകാർ അവർ വിട്ടേക്കാം കേട്ടോ. പോലീസുകാർ അവരൊന്നും ചെയ്യുന്നില്ല, അവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് പെണ്ണുങ്ങളെ. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഷിഹാബുക്ക സീസർ എന്ന് പറയുന്ന ഹോട്ടലാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെറ്റാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ രാജസ്ഥാൻ പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. നല്ലൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെയിം വെച്ചത് കുറച്ച് അപ്പുറത്താണ് കേട്ടോ, പേര് വെച്ച് കുറച്ച് അപ്പുറത്താണ്. എന്താ പറയുക അടിപൊളി ഒരു ഹോട്ടലാണ്, പക്ഷേ ചെറിയൊരു ഹോട്ടലാണ്. ഇവിടെയാണ് ഷിഹാബുക്ക ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ പുറത്ത് കുറച്ച് പോലീസ് സുഹൃത്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹോട്ടലിനെ വെച്ച് പറയുകയാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ അതാ ഇവിടെ നല്ലൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാച്ചു എന്താണെന്നുള്ളത് അറിയില്ല, ഏതായാലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വെള്ളങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും ഇവിടെയാണ് ഷിഹാബുക്ക പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വരുന്നത് കേട്ടോ. ഹോട്ടലിൻ്റെ സ്ട്രെച്ചർ ഇവിടെ ഇങ്ങനെ നെറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഹോട്ടലിൻ്റെ സ്ട്രെച്ചർ. ഹോട്ടലിൽ നിന്ന് അവിടെയാണ് കണ്ടോ. പോകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ കേരള ടച്ചിലുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ കണ്ടോ ഫുള്ളായിട്ടും വരുന്നവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വാട്ടർ ഫ്ലോ ഒക്കെ. പിന്നെ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ വരുന്നത്. ഇതുകൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഷിഹാബുക്കാനെ വെയിറ്റ് ചെയ്യാം. ഷിഹാബുക്ക വന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ.